എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഷവർമയുടെ റെസിപ്പി നോക്കാം. ഇതൊരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു പോക്കറ്റ് ഷവർമയാണ്. ഒരുപാട് കഷ്ടപ്പാടൊന്നുമില്ല, വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ബിൻസീസ് കിച്ചൺ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഒരു പോക്കറ്റ് ഷവർമ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കേണ്ടത് ബ്രെഡാണ്. വെള്ള കളറിലുള്ള ബ്രെഡാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്ക് ആദ്യം ഒരു പോക്കറ്റ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ 2 ബ്രെഡ് നമ്മൾ അടുപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇതുപോലെ ഒരു കുപ്പി ഗ്ലാസ്സോ അല്ലാന്നുണ്ടെങ്കിൽ അടപ്പോ ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് കൈവച്ചിട്ട് നല്ലതായിട്ടൊന്ന് ബലം കൊടുക്കുക. അപ്പോൾ ഈ ഒരു ബ്രെഡിൻ്റെ കഷ്ണം രണ്ടും കൂടെ ഒട്ടിയിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് പോകും. നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ വശങ്ങൾ നന്നായിട്ടൊന്ന് ഒട്ടി പിടിച്ചിട്ടുണ്ട്. ഒട്ടും തന്നെ ഗ്യാപ്പ് പാടില്ല. ഗ്യാപ്പ് ഉണ്ടെങ്കിൽ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ എണ്ണ ഇതിലേക്ക് ഉള്ളിലേക്ക് കയറിപ്പോവും. അപ്പോൾ നമുക്ക് ഈ ബാക്കി വന്ന ബ്രെഡ് ഒന്ന് മാറ്റി വെക്കാം. ഇത് നമുക്ക് ബ്രെഡ് ക്രംസ് ആക്കി എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ മറ്റ് പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് എടുക്കാം. ഇതുപോലെ തന്നെ എല്ലാം ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എത്ര ബ്രെഡാണോ വേണ്ടത് അതുപോലെ ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ട ഫില്ലിംഗ് എന്താണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇനി ഇതിലേക്ക് കുറച്ച് പച്ചക്കറികൾ കൂടി ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറികൾ എടുക്കാം. ഞാനിവിടെ കുറച്ച് വെള്ളരിക്ക, അതുപോലെ തന്നെ കുറച്ച് ക്യാരറ്റ് പൊടിയായിട്ട് അരിഞ്ഞത്. ഇനി തക്കാളി ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തക്കാളി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇവിടെ ഞാൻ കുറച്ച് ക്യാപ്സിക്കം എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലില്ലാത്ത ചിക്കൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളകും ഇട്ട് വേവിച്ചിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയതാണ്, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു പച്ചക്കറികളിലൊന്നും നമ്മൾ ഉപ്പോ കുരുമുളക് പൊടിയോ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ നമുക്ക് അതിലാവശ്യമായിട്ടുള്ള ഉപ്പും കുരുമുളകും ഒന്നിട്ട് കൊടുക്കാം. അത് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇനി ഇതിലേക്ക് നമ്മൾ ഒരു പകുതി ചെറുനാരങ്ങയുടെ നീര് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ചെറുനാരങ്ങയോ നിങ്ങൾക്ക് വിനാഗിരിയോ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ ചിക്കൻ എല്ലാം നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മയണൈസ് അല്ലെങ്കിൽ ഗാർലിക് സോസ് ഏതാണെങ്കിലും ഒരു 4 ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുക്കാം. 4 ടേബിൾ സ്പൂണോ കൂടുതൽ ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു മയണൈസ് നമ്മൾ വീട്ടിൽ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റും. അതിൻ്റെ വീഡിയോ ഞാൻ ഇതിന് മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ കമൻറ്റിൽ പിൻ ചെയ്തും വെക്കാം. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കണ്ടു നോക്കാം. അതുപോലെ നമ്മുടെ ഇതിന് മുൻപുള്ള ഷവർമ വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട്, അതും കണ്ടു നോക്കാം. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് പോക്കറ്റ് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ ഇതുപോലെ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ആ ഒരു ബ്രെഡ് പോക്കറ്റ് മുട്ടയുടെ വെള്ളയിലൊന്ന് മുക്കിയതിന് ശേഷം കുറച്ച് ബ്രെഡ് ക്രംസിലൊന്ന് പൊതിഞ്ഞെടുക്കുക. ബ്രെഡ് ക്രംസ് ഉണ്ടാക്കുന്നത് നമ്മൾ ബ്രെഡ് എടുത്ത് മിക്സിയുടെ ചെറിയ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കുക, അതാണ് ബ്രെഡ് ക്രംസ്. അപ്പോൾ നമ്മുടെ ഈ ഒരു പോക്കറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. മുട്ടയുടെ വെള്ളം എന്ന് പറയുമ്പോൾ ഒരു 2 മുട്ടയുടെ വെള്ളമെങ്കിലും വേണം നമുക്ക് ഈ ഒരു ബ്രെഡ് മുഴുവനെ ഇതിൽ കോട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ എല്ലാം ഇതുപോലെ ഒന്ന് മുക്കിയതിന് ശേഷം ഈ ഒരു ബ്രെഡ് ക്രംസിലൊന്ന് പൊതിഞ്ഞിട്ടെടുക്കുക. അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ചൂടായി കിടക്കുന്ന എണ്ണയാണ്, ഹൈ ഫ്ലെയിമിൽ തന്നെ എണ്ണ വെക്കണം. അപ്പോഴാണ് ഈ ഒരു പോക്കറ്റ് നല്ലതായിട്ട് ഫ്രൈ ആയി കിട്ടുക. അല്ലാന്നുണ്ടെങ്കിൽ ഇതിലേക്ക് എണ്ണയൊക്കെ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ നമ്മളിത് സീൽ ചെയ്തെടുക്കുമ്പോൾ ഒട്ടും തന്നെ ഗ്യാപ്പ് പാടില്ല. ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കൂടെ എണ്ണ കയറും. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് ഇതുപോലെ പോക്കറ്റ് ആക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒട്ടും തന്നെ ഈ ഒരു പോക്കറ്റ് എണ്ണ കുടിക്കില്ല. നല്ല പെർഫെക്റ്റായിട്ട് ഇത് ഫ്രൈ ആയി കിട്ടും. നമ്മൾ ഈ ഒരു ഗോൾഡൻ ബ്രൗൺ നിറമായി കഴിഞ്ഞാൽ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാ ബ്രെഡും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഈ ഒരു പോക്കറ്റ് തയ്യാറാക്കാനായിട്ട് ഏറ്റവും നല്ലത് നമ്മൾ സാൻഡ്വിച്ച് ബ്രെഡാണ്. അപ്പോൾ അതിൽ നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് ഈ ഒരു ബ്രെഡ് ഇങ്ങനെ ആക്കി എടുക്കാനായിട്ട് പറ്റും. ഇനി നമുക്കിത് രണ്ടായിട്ടൊന്ന് മുറിച്ചതിന് ശേഷം ഇതിനകത്ത് നമ്മൾ നേരത്തെ ചെയ്തു വെച്ചിരിക്കുന്ന ആ ഒരു ഫില്ലിംഗ് ഒന്ന് നിറച്ച് കൊടുക്കാം. അപ്പോൾ നല്ല മൂർച്ചയുള്ളൊരു കത്തി വെച്ചിട്ട് ഇതൊന്ന് മുറിച്ച് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഈ ഒരു ബ്രെഡിൻ്റെ ഉള്ളിലേക്ക് ഒട്ടും തന്നെ എണ്ണയൊന്നും വന്നിട്ടില്ല. അതുപോലെ തന്നെ ഇത് നല്ലതായിട്ട് സീലായും ഉണ്ട്. ഒരുപാട് എണ്ണയും ഇത് കുടിച്ചിട്ടില്ല. അപ്പോൾ ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ഫില്ലിങ് ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം. ഇതൊരു ചെറിയൊരു മിനി പോക്കറ്റ് ഷവർമയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളാണ് തയ്യാറാക്കിയെടുക്കാൻ. ആകെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു ബ്രെഡ് പ്രസ് ചെയ്തെടുക്കുമ്പോൾ നല്ലതായിട്ട് പ്രസ് ചെയ്തെടുക്കുക. അത് മാത്രം ശ്രദ്ധിച്ചാലും മതി. അങ്ങനെയാണെങ്കിൽ വളരെ പെട്ടെന്ന് നല്ല പെർഫെക്റ്റായിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാനും അത് ഫില്ല് ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ എല്ലാം ഇതുപോലെ ഒന്ന് ഫില്ല് ചെയ്തെടുക്കാം.
അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഷവർമയുടെ റെസിപ്പിയാണ്. ബ്രെഡ് ആയതുകൊണ്ട് തന്നെ ആ ഒരു കുബൂസിൻ്റെയൊക്കെ ടേസ്റ്റും വരും. അതുപോലെ ഇതിൻ്റെ ഉള്ളിലുള്ള ഫില്ലിംഗ് എന്ന് പറയുന്നത് ഷവർമയുടെ ഫില്ലിംഗ് ആണ്. അതുപോലെ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ചിക്കൻ വെറും ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളകും ഇട്ടാണ് വേവിച്ചിട്ടുള്ളത്. അതിന് പകരം നമ്മൾ ഷവർമയിൽ ചെയ്ത പോലെ മസാല പുരട്ടി ഗ്രില്ല് ചെയ്തിട്ടും ഈ ഒരു ചിക്കൻ ഫില്ലിംഗ് എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കണം. നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്